ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇപ്പം ഞാൻ കൽപ്പേനി ഹോസിയറി ഫാക്ടറിയിലാണുള്ളത്. ലക്ഷദ്വീപ് വെൽക്കം എഴുതിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ നാട്ടിലത്തെ റഹീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്ത് യൂണിഫോമാ? അപ്പൊ ഇതാണ് നിങ്ങളെ ഫാക്ടറിയില്. കാണാം, ഇത് ഞങ്ങളെ ലക്ഷദ്വീപ് കൽപ്പേനിയിലെ ബനിയൻ ഫാക്ടറിയാണ്. ടീഷർട്ടാണ്. കാണിച്ചു തരാം വിസ്തരിച്ചിട്ട്. അപ്പൊ നിങ്ങള് ബനിയൻ ഇത് എടുത്ത് കാണിച്ചതാ ഇവിടെ ഉള്ളത്. ഇത് 42 ഫൈൻ ക്ലോത്ത് ആണത്. നമ്മൾ ലക്ഷദ്വീപില് കൊണ്ട് നോക്കി പരസ്യം കൂടി അതന്നെ അതാണ് അതന്നെ. നല്ല അടിപൊളി പ്രിന്റാണ്. റേറ്റ് എത്ര? സൈസ് അനുസരിച്ചിട്ടാ. 42 പ്രൈസും നല്ല അഫോർഡബിൾ പ്രൈസാണ്. അങ്ങനെ ഇത് കോളർ ടൈപ്പില്ല, ഇത് കോളർ ടൈപ്പ്, ഇതും ഹണിക്കോം. അപ്പൊ ഇതിന് പ്രൈസ് വ്യത്യാസം ഉണ്ടാകാം. ഇത് 304 ഈ ബാക്കിൽ ലക്ഷദ്വീപ്. അപ്പൊ ഇത് ഇതുവരെ സെയിം ആയിരിക്കില്ല റേറ്റ്? 228. അപ്പോൾ ഇത് കണ്ടല്ലോ, ബനിയൻ ഫാക്ടറിയിൽ പോയതും. പിന്നെ ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിച്ചതാണ് കേട്ടോ ബനിയന്. അപ്പോൾ കുറച്ച് ഇറക്കത്തോട് കൂടിയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇറക്കത്തോട് കൂടിയിട്ട് എനിക്ക് പറഞ്ഞ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ആ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ, അത് അടിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഈ സൈഡിൽ മറ്റേ തൊട്ട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ മെഷീനും ടൈലറിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ ക്ലോത്ത് തന്നെ അനുസരിച്ചിട്ടും അതുപോലെ റൗണ്ട് നെക്ക്, പിന്നെ ഈ ഇത് കോളറ വരുന്നതൊക്കെ ചെറിയ ചെറിയ ഡിഫറൻറ്റിലാണ് വരുന്നത് കേട്ടോ. എന്നാലും അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്ലോത്തും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർ ടൈലറിങ് ഇങ്ങനെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എത്തുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ലേറ്റായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നല്ല എല്ലാവരും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഒന്ന് അവർ കാണിച്ചു തന്നു. അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് തന്നെ ഇറക്കുന്നതാണ് കേട്ടോ. അവിടുത്തെ ഈ ഓരോരോ ടീമിനനുസരിച്ചിട്ട് അവർ ഓർഡർ കൊടുക്കുമ്പോൾ അവർ അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്തിട്ട് ക്ലബിനായാലും ഓരോരോ ടീമിനനുസരിച്ചിട്ട് അവർ ഓർഡർ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്ക് ഇതാ ഒരുവിധം കുറച്ച് ഓർഡറുകൾ ഇവിടെ വെട്ടിക്കഴിഞ്ഞിരുന്നു. വെട്ടുന്നതൊക്കെ എനിക്ക് കാണിച്ചു തന്നു, പക്ഷേ കംപ്ലീറ്റ് വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ആ വെട്ടുന്ന മെഷീൻ എടുത്തിട്ട്, കത്രി കൊണ്ടല്ല കേട്ടോ, ഒരു മെഷീനുണ്ട്, മെഷീൻ എടുത്തിട്ട് ഇങ്ങനെ എനിക്കൊന്ന് വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ അത് നമുക്ക് കാണാം. ഇതാ ഇങ്ങനെ വെച്ചിട്ടാണ് ഈസി ആയിട്ട് നല്ല, അതൊക്കെ നമുക്ക് ശരിക്കും എക്സ്പെർട്ടായിട്ടൊക്കെ അത് പറ്റുള്ളൂ കേട്ടോ. നമുക്കൊന്നും അത് പറ്റില്ല. നമ്മൾ കത്രി കൊണ്ട് കട്ട് ചെയ്യും പോലെ പറ്റില്ല. അപ്പോൾ ഇതാ നൈസായിട്ടത് കട്ട് ചെയ്ത്, കാരണം കുറച്ച് കൂടുതൽ കട്ടിങ്ങൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഈസിയാണല്ലോ. അപ്പോൾ ഈസി മെത്തേഡാണ്. ഓരോ മെഷീൻ വെച്ചിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതാ ഇവനും വന്നെത്തി, അജ്മലും വന്നെത്തി. അങ്ങനെ അപ്പോൾ അതെൻ്റെ ഇതും ഡോക്ടറുടേതും പ്രിൻ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്തിട്ട് അതെടുത്ത് മറ്റേ മെഷീനിൽ വച്ചിട്ട് കാർഡ്ബോർഡൊക്കെ വച്ചിട്ട് അത് നമ്മൾ ആ മെഷീൻ ചൂടാക്കി ഇട്ടാണ് ഈ
നമ്മുടെ ബനിയത്തിലേക്ക് അവർ പ്രിൻ്റ് ചെയ്യുന്നത്. പക്ഷേ പല ടൈപ്പുള്ള പ്രിൻറ്റിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ടൈം എടുക്കും. പക്ഷേ ഞങ്ങൾക്ക് നാളെ പോകേണ്ടതുണ്ട്. അപ്പോൾ അന്ന് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കിട്ടുന്ന പ്രിൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതിച്ചത് കോറൽ പാരഡൈസ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത ഒരു സ്റ്റിക്കർ. അത് മതി എന്ന് പറഞ്ഞു. അത് ബാക്കിൽ, കാരണം നമ്മൾ പെണ്ണുങ്ങളല്ലേ, അപ്പോൾ പിന്നെ ബാക്കിലോട്ട് ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നതിനേക്കാളും വേറെ ആ വാട്ടർ പ്രിൻ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല കുറച്ചുകൂടി എക്സ്പ്രസ് കാണുമായിരുന്നു കേട്ടോ പുറത്ത്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് പ്രിൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇവന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ പ്രിൻറ്റും ഇതും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. ക്ലോത്തൊക്കെ നല്ല നൈസായിട്ടുണ്ട്. നമുക്ക് ശരീരത്തിൽ ഇട്ടതുപോലെ അറിയില്ല, അത്രയും നല്ല നൈസായിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ ദ്വീപിലൊക്കെ, കൽപ്പേനി ദ്വീപിലൊക്കെ പോകുന്നവരുണ്ടെങ്കിലും ദ്വീപിലോട്ട് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ടീഷർട്ടൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ഈ ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ സെയിലായി പോകുന്ന ഒരു ഐറ്റമാണ്. അവിടെ ദ്വീപ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ടീഷർട്ട് ആയിട്ട് തിരിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പോൾ ഇത് ഈ കടലാസ് പ്രിൻ്റ് എടുത്തു. പിന്നെ ഈ കടലാസ് വെച്ചിട്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഈ മെഷീൻ അതിൻ്റെ മുകളിൽ വച്ച് നല്ല പോലെ അമർത്തി അത് ചൂടാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ആ ചൂടാക്കിയിട്ട് നല്ല പോലെ അമർത്തിയാൽ നമ്മുടെ ആ ബനിയത്തിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ സ്റ്റിക്കറിൻ്റെ അത് പതിയും. നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങളുടെ ലക്ഷദ്വീപിലെ ടീഷർട്ട് നിർമ്മിക്കുന്ന കമ്പനി ഫാക്ടറി നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയാണ്. അതിൽ പ്രിൻ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഷാനിൻ്റെ ഡ്യൂട്ടിയൊക്കെ ഇതിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ.